നെഹ്റു ട്രോഫിയിൽ ഏതെങ്കിലും ഒരു വള്ളത്തിന്റെ പേര് കേട്ടാൽ ആരാധകർക്ക് കോരിത്തരിപ്പുണ്ടാകുമെങ്കിൽ ആ വള്ളത്തിന്റെ പേരാണ് കാരിച്ചാൽ. ആരാധകർ സ്നേഹത്തോടെ കാരി എന്നൊക്കെ വിളിക്കും. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ഒരു വള്ളമാണ് SKN കാരിച്ചാൽ. കാരിച്ചാലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരിച്ചാൽ എന്താണ്, നമ്മുടെ വള്ളങ്ങളിലെ ലാലേട്ടനാണ് അല്ലേ, വള്ളങ്ങളിലെ ലാലേട്ടനാണ് കാരിച്ചാൽ അല്ലേ. ഒരു ചരിവുണ്ട് SKN. ആ വള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഒന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ ആ വള്ളത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ ലാലേട്ടൻ, ചുണ്ടൻ വള്ളങ്ങളിലെ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചുണ്ടൻ വള്ളങ്ങളിലെ ലാലേട്ടൻ 16 വർഷം കപ്പെടുത്ത കാരിച്ചാൽ, ഇത്തവണ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് KCBC ആണ് അത് തുഴയുന്നത്. അപ്പോൾ ഇത്തവണ കപ്പെടുക്കുമെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയമില്ല. അങ്ങനെ ഉറപ്പോടെ അവർക്ക് പറയാൻ അവരുടെ ക്യാപ്റ്റൻ, ഒരുപക്ഷെ പ്രിയപ്പെട്ട രഞ്ജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. രഞ്ജിത്തിന്റെ മറ്റൊരു ഇന്നിങ്സ് ആണ് എന്താണ് ഈ ചുണ്ടന്റെ ക്യാപ്റ്റനാകുക എന്ന് പറയുന്നത്. അപ്പോൾ രഞ്ജിത്ത് അതിന്റെ ആവേശത്തോടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഫൈനൽ ഡേ ആണ്. അപ്പൊ എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ടീമിൻ്റെ കൂടെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കാരണം അവിടെ നിൽക്കാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് താളവും ഒരു ബാലൻസ് വേണ്ട അവരുടെ വെള്ളത്തിൽ നിൽക്കാൻ, എസ്പെഷ്യലി അത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ്, കാരണം അവർക്ക് ഭയങ്കര നല്ല ടീം സ്പിരിറ്റും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള യങ് ബോയ്സ് അവർ. അപ്പോൾ അവരോട് എനിക്ക് ഇത്രയും ദിവസം ഷെയർ ചെയ്ത് തന്നെ എനിക്ക് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. സോ സത്യം പറഞ്ഞാൽ ഈ വള്ളംകളി ഞാൻ TV കണ്ടിട്ടുണ്ട്, നെഹ്റു ട്രോഫി ബോട്ടിൽ. പക്ഷെ ആദ്യമായിട്ട് നമ്മുടെ മത്സര സമയത്ത് വള്ളത്തിൽ നിന്ന് ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് വേറൊരു ഫീലിംഗാണ്. സോ ഞങ്ങൾ പറഞ്ഞ പോലെ നല്ല കോൺഫിഡൻറ്റ് ഈ സമയത്ത് നമ്മൾ കപ്പടിക്കുമെന്ന്. സോ ലെറ്റ്സ് സീ ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഭയങ്കര ലെഗസി ഉള്ള ഒരു വള്ളമാണ് കാരിച്ചാൽ. 1970 നീറ്റിലിറങ്ങി ഇത്രയും വർഷമായി വള്ളംകളി പ്രേമികളുടെ ഹരമാണത്. അപ്പോൾ ആ വള്ളത്തിന്റെ ക്യാപ്റ്റനായി ഇരിക്കുമ്പോൾ അതിന്റെ ഒരു പ്രൗഡ് വേറെയാണ് അല്ലേ? അത് വേറെ ലെവലാണ്. കാരണം അതിനൊരു ക്യാപ്റ്റൻ പറഞ്ഞാൽ അതിന്റെ മുകളിൽ നിൽക്കുമെന്ന് പറഞ്ഞ ശരിക്കും ഒരു രോമാഞ്ചം തരുന്ന ഒരു ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. അത് കാരണം അത്രയ്ക്കൊരു ലെഗസി ഉള്ള ഒരു ബോട്ടായി സാർ പറഞ്ഞ പോലെ. സോ ഡെഫിനറ്റ്ലി. പക്ഷെ എന്നാലും നമ്മൾ നല്ല കോൺഫിഡൻറ്റാണ് ഈ സമയത്ത്. കാരണം ഞാൻ ഈ ബോയ്സിനെ നേരിട്ട് ഇവരുടെ ട്രെയിനിങ്ങും ഇവരുടെ എല്ലാ റെജിമെന്റും ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്നു. അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ്, ഭയങ്കര ഹാർഡായിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര വാശിയുണ്ട് ഈ തവണ കപ്പടിക്കണമെന്ന്. സോ ആ വാശി അവരെ വിജയത്തിൽ എത്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടനാടുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കുട്ടനാടുമായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ ആക്ച്വലി കൊല്ലം എൻ്റെ സ്ഥലം, കൊല്ലം കോട്ടയം എന്ന സ്ഥലം. ആലപ്പുഴയിൽ ഞാൻ എൻ്റെ ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കൽബ് എന്ന് പറഞ്ഞ പടം. സോ ഞാൻ ആലപ്പുഴയിൽ വന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതാ മോസ്റ്റ്ലി കണക്ഷൻ. പക്ഷേ അറിയാലോ, വള്ളംകളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ഒരു വലിയൊരു എന്താ പറയുന്നത്, എസ്പെഷ്യലി നെഹ്റു ട്രോഫി ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ വിദേശത്തിന് പുറത്ത് ആൾക്കാർ വന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. സോ അതിന്റെ ഒരു വലിയ ലെഗസി ഇമ്പോർട്ടൻസും ഉണ്ട്. സോ അതിന്റെ ഒരു ഭാഗമാവാൻ തന്നെ വളരെ ടീമിന്റെ ഒക്കെ ഒരു സ്പിരിറ്റ് എന്താണ്? ഇന്ന് രാവിലെ അവരെങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്, കോൺഫിഡൻസ് ആണ് അല്ലേ? അതെ, ഞാൻ അവരുടെ ഡ്രില്ല് ജോയിൻ ചെയ്യാൻ പോയി 2 മണിക്കൂറിനുള്ളിൽ.